പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും സോൾട്ട് ആൻഡ് സ്വീറ്റ് ഫാമിലിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഈ ഡിഷ് ഉണ്ടാക്കുവാനായി നമ്മൾക്ക് വേണ്ടത് ഒരു കുമ്പളങ്ങ തൊലി കളഞ്ഞെടുത്ത് ചെറുതായി അരിഞ്ഞ് എടുക്കുക. കുരുവെല്ലാം നീക്കി ചെറുതായി അരിഞ്ഞെടുത്ത കുമ്പളങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അധികം മൂക്കാത്ത കുമ്പളങ്ങ വേണം എടുക്കാനായിട്ട്. അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചേർക്കാനായിട്ടുള്ള നട്ട്സുകളൊക്കെ എടുക്കാം. നമുക്കിഷ്ടമുള്ള നട്ട്സ് എല്ലാം എടുക്കാം. അതായത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടുകയാണെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. എന്തെല്ലാം നട്ട്സ് കിട്ടും അതെല്ലാം അതിൽ ചേർക്കാം. അതുപോലെ നമ്മൾ അതിന് ശേഷം ഒരു പാത്രത്തിൽ നെയ്യെടുത്ത് നെയ്യ് നന്നായിട്ട് ചൂടാക്കുക. ആ ചൂടായ നെയ്യിലേക്ക് നമുക്ക് ആവശ്യമുള്ള നട്ട്സ് എല്ലാം ചേർക്കാം. അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ചെറുതീയിൽ ഇളക്കിയെടുക്കുക. നമ്മളിതിനകത്ത് കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അധികമായി ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഈന്തപ്പഴം, അതുപോലെ തന്നെ അത്തിപ്പഴം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്നത്. ബ്ലാക്ക്ബെറി എല്ലാം ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അധികം നേരമൊന്നും വേണ്ട, ചെറുതായിട്ട് ഈ നട്ട്സൊക്കെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നവരെ നെയ്യിൽ പതുക്കെ ചൂടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യമായിട്ട് അടിച്ചു വെച്ചിരുന്ന കുമ്പളങ്ങ ഉണ്ടല്ലോ, ആ കുമ്പളങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിലരത് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കുമ്പളങ്ങ മാത്രമായിട്ട് ഇടാറുണ്ട്. നമ്മൾ കുമ്പളങ്ങയും അതിൻ്റെ നീരെല്ലാം കൂടി ചേർത്ത് തന്നെയാണ് അതിലേക്ക് ഇടുന്നത്. അതുകൊണ്ട് കുറച്ചധികം നേരം നമുക്ക് വഴറ്റിയെടുക്കേണ്ടി വരും. അതുപോലെ നമ്മളങ്ങനെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റി ചെറിയൊരു കളർ മാറുമ്പോൾ നമ്മളതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് പനങ്കൽക്കണ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാൻ ശർക്കരയോ പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലും ശർക്കരയൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊന്ന് ചെറുതായിട്ട് ഉരുക്കി ചേർക്കുന്നത് നന്നായിരിക്കും. ഞങ്ങളിവിടെ പനങ്കൽക്കണ്ടമാണ് ചേർത്തിരിക്കുന്നത്. പനങ്കൽക്കണ്ടം നന്നായൊന്ന് ഉരുകി ചേർന്ന് എല്ലാം കൂടി മിക്സായി വെള്ളം എല്ലാം വറ്റി ഡ്രൈ പരുവായി കഴിഞ്ഞാൽ നമുക്കെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു മധുരപലഹാരമാണിത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി.